നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഓൺലി നിഫ്റ്റിയുടെ അനാലിസിസ് ഞാൻ ചെയ്യാൻ പോവുക. ടൈം കുറവാണ്, ബട്ട് ഉള്ള ടൈമിൽ ആക്ച്വലി നിഫ്റ്റി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഞാൻ നോക്കുന്നുണ്ട്. കുറച്ച് ബെറ്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകും നിഫ്റ്റി. ഓക്കെ, സമയം കളയുന്നില്ല. ഓൺലി ഫോർ ലേണിംഗ് പർപ്പസിലാണ്. ഓക്കെ, ലേൺ ചെയ്യാൻ നമ്മൾ സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് ഓൺ എലിറ്റ് വേ ബേസ്ഡ് വഴി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഈ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ചാനൽ ബ്രേക്കൗട്ടായി, ഹെൽത്തി ബ്രേക്കൗട്ടാണ്, പ്രൈസ് ഓൺ ഗോയിങ് ആണ്. ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിം. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. അമ്മയിൽ നിന്ന് വരുന്ന ഒരു ബ്രൗൺ ലൈൻ. ഓക്കെ, ഐ തിങ്ക് ഇതും വേണ്ട നമുക്ക്. ഓക്കെ, ഇനി ഇത്ര മതി. ഇനി യെസ്, ABC സ്ട്രക്ചർ കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ABC സ്ട്രക്ചറിൽ പ്രൈസ് മുകളിലേക്ക് പോകുന്നു, സ്റ്റിൽ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് A, ഇത് ഫുൾ B ആൻഡ് സിയിൽ പ്രൈസ് ഓൺ ഗോയിങ് ആണ്. ഓക്കെ, സോ സിയുടെ ടാർഗറ്റ്സ് ഫസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സിയുടെ മിനിമം ടാർഗറ്റ് ഞാൻ എൻ്റെ പഴയ വീഡിയോസ്, പഴയ റെഗുലർസ് അവർക്കൊക്കെ എല്ലാവരും അറിയായിരിക്കും, പഴയ റെഗുലർ വ്യൂവേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ അറിയായിരിക്കും. മിനിമം ടാർഗറ്റ് 61.80% ആണ്. സോ മിനിമം ടാർഗറ്റ് എപ്പോഴും ശ്രദ്ധിക്കാനുള്ളതാണ്. 61.80% ആയിരിക്കും. ഓക്കെ, മിനിമം ടാർഗറ്റ് ആണ്. ബി തീർന്ന് കഴിഞ്ഞിട്ട് സിയുടെ. ഓക്കെ, സോ സി റിവേഴ്സൽ തരുമ്പോൾ സിയുടെ ടാർഗറ്റ് മിനിമം ആണ് 61.80% ആൻഡ് മാക്സിമം അത് ഇതിൻ്റെ ടാർഗറ്റ് 161.80% ആയിരിക്കുള്ളൂ. സിയുടെ ടാർഗറ്റ് മാക്സിമം, റൈറ്റ്? സിയുടെ ടാർഗറ്റ് മിനിമം 61.80%, മാക്സിമം 160.80%. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ടാർഗറ്റ്സ് 81.0, 100, 127, അങ്ങനെ പല ടാർഗറ്റ്സ് ഉണ്ട്. ഓക്കെ, സോ ഇത് റൂളാണ്, ശ്രദ്ധിച്ച് വെക്കുക. എല്ലാത്തിനും ഡെയിലി ടൈം ഫ്രെയിമിൽ 1 hour ടൈം ഫ്രെയിമിലാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാറ്. 50 minutes ടൈം ഫ്രെയിമിൽ ജസ്റ്റ് നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ഓർ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ ഇപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടോ? ഐ തിങ്ക് 61.83. ബട്ട് സി എപ്പോഴും 5 moves പോകുള്ളൂ, റൈറ്റ്? 5 moves സി പോകാറുള്ളൂ, അത് ശ്രദ്ധിക്കുക. ഓക്കെ, നൗ നമുക്ക് 1 hour ടൈം ഫ്രെയിമിൽ കിടക്കാം. 1 hour ടൈം ഫ്രെയിമിൽ എനിക്ക് പറയാനുള്ളത് എന്താണ്? നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ മൺഡേയുടെ അനാലിസിസ് എല്ലാവരും വിചാരിക്കുമായിരിക്കും ഞാൻ പറഞ്ഞായിരുന്നു എന്താ കറക്ഷൻ വ്യൂ പ്രൈസ് താഴേക്ക് വരും, ഇവിടെ വേണമെങ്കിൽ വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞായിരുന്നു. ബട്ട് പ്രൈസ് എന്ത് ചെയ്തു? ഇന്ന് മോർണിംഗ് ശ്രദ്ധിക്കുക, 15 minutes ടൈം ഫ്രെയിമിൽ പ്രൈസ് എന്ത് ചെയ്തു? പ്രൈസ് വന്നു താഴെ, ആൻഡ് താഴേന്ന് സഡൻ മോർണിംഗ് തന്നെ മുകളിലേക്ക് ഷൂട്ട് ചെയ്തു. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഞാൻ വീഡിയോ പറഞ്ഞത് പ്രൈസ് ഇതിൻ്റെ അബവ് ബുള്ളിഷ് ആകും, ഈ ഹൈഡ് അബവ്. ഓക്കെ, ഈ റെസിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് 24,380. പ്രൈസ് നേരെ അതിൻ്റെ അബവ് പോയി പ്രൈസ്, ആൻഡ് മുകളിലേക്ക് പോയിട്ട് അവിടെ തന്നെ ഫുള്ള് കൺസൾട്ടേഷൻ അപ്പ് ആൻഡ് ഡൗൺ അവിടെ കാണിച്ചുകൊണ്ടിരുന്നു, റൈറ്റ്? സോ അതാണ് ശ്രദ്ധിക്കാനുള്ളത് ഫസ്റ്റ്. സെക്കൻഡ്, ഇന്നലെ സൺഡേയിൽ ഞാനൊരു ലേണിംഗ് വീഡിയോ ഷെയർ ചെയ്തായിരുന്നു. ഓക്കെ, ലേണിംഗ് വീഡിയോ ആരൊക്കെ കണ്ടേ അത് ശ്രദ്ധിക്കുക. ഇന്നലെ ആ ലേണിംഗ് വീഡിയോ മസ്റ്റായിട്ട് എല്ലാവരും കാണണം. വീഡിയോയിൽ ഞാൻ പറഞ്ഞതിന് പ്രൈസ് ഇങ്ങനെ ABCയുടെ ഫോൾ വരും. ഓക്കെ, ഫോൾ വന്നു കഴിഞ്ഞു, സഡൻ എന്ത് ചെയ്യുക? 0 to Bയുടെ ക്രോസ് ട്രെൻഡ് ലൈൻ ഇടുക. ഓക്കെ, ഇത് ലൈവ് എക്സാമ്പിളാണെന്ന് പറയാം, എനിക്കും ഉറപ്പുണ്ടായിരുന്നില്ല, ബട്ട് ഇത് ലൈവ് എക്സാമ്പിൾ പറയാം. ആ വീഡിയോ മസ്റ്റായിട്ട് കാണണം. ഞാൻ കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്യാം. ഓക്കെ, കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കാണണം. ആൻഡ് ഹാഫ് ടൈം ഫ്രെയിമിൽ, മിനിമം ഹാഫ് ടൈം ഫ്രെയിമിൽ പ്രൈസ് 0 to Bയുടെ ഇത് ഫുള്ള് എത്ര ടൈം ഫ്രെയിം എത്രയാണ്? ഓൾമോസ്റ്റ് 22 candles. ഓക്കെ, 22 bars. 22 ബാർ എവിടെയാണെന്ന് വരുന്നത്? ഇവിടെ മേളിലെ ഈ ഒരു പോർഷൻ 22 bars കാണുന്നുണ്ടല്ലോ. ഓക്കെ, 22 bars. ഓക്കെ, സോ ഇതിൻ്റെ മിനിമം ഹാഫ് ടൈം ഫ്രെയിമിൽ പ്രൈസ് എന്ത് ചെയ്യണം? മുകളിൽ ആ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ, ഈ വരച്ച നമ്മുടെ ഈ ഒരു തിക്ക് ട്രെൻഡ് ലൈൻ ഇതിനെ ക്രോസ് ചെയ്യണം, മിനിമം ഹാഫ് ടൈം ഫ്രെയിം. സോ 22യുടെ ഹാഫ് 11 ആയി. ബട്ട് ഇത് എത്ര ക്യാൻഡിൽസ് എടുത്തു? ഓൺലി 5 candles, 4 or 5 candles എടുത്തിട്ടുള്ളൂ ബ്രേക്ക് ഔട്ട്. സോ ഹാഫിന് ഹാഫ്. അപ്പോൾ തന്നെ സ്ട്രെങ്ത് മനസ്സിലാക്കി എടുക്കുക. ഞാൻ ഇന്നലത്തെ വീഡിയോ കാണണം, അതിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു പ്രൈസ് ഇതിൻ്റെ പ്രൈസ് ബ്രേക്ക് ഔട്ട് അങ്ങനെ തരുവാൻ. ഇതാണ് ലേണിംഗ്, ഇതാണ് ട്രെൻഡ്. നമുക്ക് ശരിക്കും ഒരു ട്രാപ്പ് ചെയ്യും, ബട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ കിട്ടും, നമുക്ക് അറിയാൻ പറ്റും സോ പ്രൈസ് എങ്ങനെ, എന്ത് ഇമ്പൾസീവ് മൂവിലാണ് പോയെങ്ങനെ, ഇനി പ്രൈസ് എങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടത്. 1 2 3 4 റൈറ്റ്. ABCയുടെ Bയുടെ ബൗൺസ് അല്ല അത്, അതാണ്. സോ മേ ബി എനിക്ക് അറിയാം ഇത്ര എളുപ്പം ഈസി അല്ല അത് കണ്ടുപിടിക്കാൻ, ബട്ട് യെസ് ടൈം എടുക്കും. ബട്ട് ഇത് ലൈവാണ്. ഓക്കെ, സോ സഡൻ ഇതാണ് ക്യാൻഡിൽസിൻ്റെ, നമ്മുടെ ക്യാൻഡിൽസിൻ്റെ കൗണ്ടിങ്. ഇത് ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഇതാരും ഇതുവരെ എനിക്ക് തോന്നുന്നില്ല യൂട്യൂബിൽ എവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കും, വളരെ റെയർ ആണ്. ഉണ്ടെങ്കിലും കോഴ്സസ് ഭയങ്കര ഹ്യൂജ് കോസ്റ്റ്ലി കോഴ്സസ് ആണ് എല്ലാവരും വിൽക്കുന്നത്. ഞാനിവിടെ ഫ്രീ മാത്രമേ ഷെയർ ചെയ്യാറുള്ളൂ, എല്ലാം ഫ്രീ ആയിരിക്കും. എൻ്റെ യൂട്യൂബ് ചാനൽ മാത്രമേ ഉള്ളൂ, വാട്സപ്പ് ചാനലില്ല, എനിക്ക് ടെലിഗ്രാമില്ല, ഒന്നുമില്ല. ഒക്കെ എല്ലാത്തിനും ഫ്രീ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇങ്ങനെയൊക്കെ ഇത് മസ്റ്റായിട്ട് പഠിക്കുക. ഇത് കണ്ടോ, ഷാർപ്പ് അപ്പ് മൂവർ ആൻഡ് ദെൻ പ്രൈസ് ഇപ്പോൾ മേളിലേക്ക് പോകാൻ തുടങ്ങി. ഇതാണ് നിങ്ങളുടെ ലൈവ് എക്സാമ്പിളായിരുന്നു. ഓക്കെ, സോ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഞാൻ. സോ ഇതാണ് നമ്മുടെ ആ ചാനൽ. ഞാൻ നമ്മുടെ ഇതിൻ്റെ പ്ലേലിസ്റ്റ്, ഷോർട്സ് ആൻഡ് പ്ലേലിസ്റ്റിൽ പോകുമ്പോൾ ലാസ്റ്റത്തെ സെക്ഷനിലാണ് ലേണിംഗ് വീഡിയോസിൻ്റെ ഈ ഇന്നലത്തേത് യെസ്റ്റർഡേ ഇന്നലെ പോസ്റ്റ് ചെയ്തതാണ് ഈ ഒരു വീഡിയോ. മസ്റ്റായിട്ട് എല്ലാവരും കാണുന്നത് കണ്ടോ. പാറ്റേൺ കൺഫർമേഷൻ ഈ ലെറ്റ് വ്യൂ തിയറി ഇതാണ്. സോ ഇത് മസ്റ്റായിട്ട് കാണുന്ന
ഇതിനകത്ത് ഞാൻ അത് ഫുള്ള് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്താണ് റീസൺ, എങ്ങനെയാണ് ക്യാൻഡിൽസിൻ്റെ ബ്രേക്കൗട്ട് വരുന്നത്, അതിൻ്റെ കൺഫർമേഷൻ, ടൈപ്പ് ഓഫ് ഇത് എന്തായിരിക്കും, ഇത് ടൈപ്പ് ഓഫ് ഒരു ഇൻഡിക്കേറ്റർ ടൈപ്പാണ് എന്ന് പറയാം. ഇൻഡിക്കേറ്റർ ടൈപ്പാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയ, മീൻസ് ഞാൻ ഉണ്ടാക്കിയ എലിറ്റ് വേവിൻ്റെ ഇൻഡിക്കേറ്റർ എന്ന് പറയാം. ദാറ്റ് മീൻസ് അത് നമുക്ക് ഓൺ ചാർട്ട് നമുക്ക് ക്യാൻഡിൽസിൻ്റെ മൂവ് നമുക്ക് അറിയാൻ പറ്റും. ABC കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ബൗൺസ് ഷാർപ്പ് ഹാഫ് ടൈം ഫ്രെയിമിൽ, മിനിമം ഹാഫ് ടൈം ഫ്രെയിമിലാണ് ബ്രേക്കൗട്ട് തരുവാണെങ്കിൽ സെയിം മിനിമം വരണം കേട്ടോ. മിനിമം ക്യാൻഡിൽ എക്സാക്ട്ലി ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെ, ബട്ട് ഇത് അതിനേക്കാളും കുറവായിട്ട്, കാരണം സ്ട്രോങ് ഹെൽത്തി ക്യാൻഡിൽ അതിൻ്റെ അബൌ ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ട്. സോ ഓക്കെ, അത് ഐ തിങ്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും, നന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് എല്ലാം ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് സെക്ഷനിൽ എന്തായാലും ഒരു കമൻറ്റ് ചെയ്യണം. തമ്പ് ഓർ നമ്മുടെ ലവിൻ്റെ എന്തെങ്കിലും ഒരു കമൻറ്റ് സെക്ഷനിൽ എന്തെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചെയ്യാം. സോ പ്ലീസ് ഓക്കെ, ശ്രദ്ധിക്കാം. ആൻഡ് നൗ നെക്സ്റ്റ് എന്താണ് ഞാനിപ്പോൾ കാണുന്നത്, പ്രൈസ് സ്റ്റിൽ ബുള്ളിഷാണ്, റൈറ്റ്. ഈ 1 അവറിൽ ഒന്നുകൂടി ഞാൻ പോവുക. 1 അവറിൽ പോയിട്ട് നമ്മൾ നേരത്തെ ഇത് എങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്, ഇത് പ്രൈസ് പോയിക്കണേ ഇവിടുന്ന് 1 2 3 4 5 ഇവിടെ ഫസ്റ്റ് വേവ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ആൻഡ് തേർഡ് വേവ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ തേർഡ് വേവ് സ്റ്റാർട്ടായി. അതിന് ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായി കാണണം. ഓക്കെ, ഞാൻ ഈ ഒരു ചാനൽ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തെ പ്രൈസ് ഇതിൻ്റെ അബവ് ആണ് ഫസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഫസ്റ്റ് ഇത് ഇവിടുന്ന് ഒന്നുകൂടി ഞാൻ കൗണ്ട് ചെയ്ത് കാണിച്ചു തരാൻ വേണമെങ്കിൽ. ഓക്കെ, ഇത് 1 2 3 4 5 ഫസ്റ്റ് വേവ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഈ കഴിഞ്ഞു. ആൻഡ് സെക്കൻഡ് വേവ് ABC സ്ട്രക്ചറിൽ സെക്കൻഡ് വേവ് താഴേക്ക് വന്നു. ആൻഡ് തേർഡ് വേവ് ഓൺ ഗോയിങ് ആണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ തേർഡ് വേവ് ഓൺ ഗോയിങ് ആണ്. ഓക്കെ, തേർഡ് വേവിൻ്റെ 1 2 3 ആണ് ഇത് ഓൺ ഗോയിങ്. 1 2 3 ഓൺ ഗോയിങ് ആണ്. ദെൻ അതിൻ്റെ 4 5 ആയിരിക്കും. അപ്പോൾ ഇത് ക്ലിയറായി. ഓക്കെ, സോ തേർഡ് വേവിൻ്റെ ഇത് ഓൺ ഗോയിങ് ആണ്. അത് നമ്മളെങ്ങനെ പിടിക്കുക, തേർഡ് വേവിൻ്റെ തേർഡ് ഓൺ ഗോയിങ് ആണ്. ഇതാണ് ഇങ്ങനെ, മനസ്സിലായോ? തേർഡ് വേവിൻ്റെ തേർഡ് ഓൺ ഗോയിങ് ആണ്. സോ ഫസ്റ്റ് വേവിൻ്റെ ഹൈ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക. എപ്പോഴും തിക്കാക്കി വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. ഫസ്റ്റ് വേവിൻ്റെ ഹൈ നമ്മൾ ഓൾറെഡി, ദാറ്റ് മീൻസ് പ്രൈസ് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ സിയുടെ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താ പ്രൈസ് ഇപ്പോൾ 127%, 127.2080% ആ റേഷ്യോയിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി പ്രൈസ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഫുള്ളാണ് തേർഡ് വേവിലാണ്. ഓക്കെ, തേർഡ് വേവിൻ്റെ നമ്മളിപ്പോൾ ഈ മൂവ്സ് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ തേർഡ് വേവിൻ്റെ ഇത് ഐ ഫീൽ സോ, എനിക്ക് തോന്നുന്നത് എങ്ങനെ, ഇത് 1 ആണ്, ഇത് 2 ആണ്. ഓക്കെ, ഇത് 3 ആയി, ഇത് 4 ആയി, ആൻഡ് ദെൻ ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ്. ഓക്കെ, ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ്. ഇത് ശ്രദ്ധിക്കുക, ഇതൊക്കെ എല്ലാം നമ്മൾ ഡീപ്പ് അനാലിസിസ് ആണ്, അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, എന്തിനെ ഇതൊക്കെ ഞാൻ ഓവറോൾ ഇതിൻ്റെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തിനെ നമുക്ക് ഇത് തേർഡ് ഇത് ഫോർത്ത് ആയിട്ട് നമുക്ക് റീഡ് ചെയ്യണമെന്നാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഫോൾ നമ്മൾ നോക്കുവാണെങ്കിൽ സെക്കൻഡ് വേവിൻ്റെ ഫോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര പോയിൻറ്റ്സ് ആണ്, ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫോൾ അപ്രോക്സ് എത്ര പോയിൻറ്റ്സിനാണ്, 70-80 പോയിൻറ്റ്സിൻ്റെ ഫോളാണ് ഇത്. ഓക്കെ, ആൻഡ് ദെൻ ഇവിടുത്തെ ഈ ഫോൾ ഇപ്പോൾ 3rd to 4th നമ്മൾ നോക്കുകയാണെങ്കിൽ അതും ഓൾമോസ്റ്റ് സിമിലർ പോയിൻറ്റ്സ് ആണ്. 100 സംതിങ് പോയിൻറ്റ്സ് ആണ് ഇത് വരുന്നത്. സോ അതാണ് ഇത് ഫോർത്തിൻ്റെ കൺസൾട്ടേഷൻ. ഇത് കണ്ട, ഈ ഇവിടുത്തെ കൺസൾട്ടേഷൻ, അവിടുത്തെ കൺസൾട്ടേഷൻ, 4th ആൻഡ് ദെൻ 5th ഓൺ ഗോയിങ് ആണ്. സോ ഇതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, 5th ഓൺ ഗോയിങ് ആണ്. ആൻഡ് ഇതിൻ്റെ ഇൻറ്റർണൽ മൂവ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 1 2 3 4 ആൻഡ് 5th മേ ബി ഒരു ഹൈ കൂടി നമുക്ക് കിട്ടും നാളത്തേക്ക്. സോ ശ്രദ്ധിച്ചിട്ട് വേണം നാളെ അത് പ്ലേ ചെയ്യുക. ഓക്കെ, വീക്ക്നെസ് ഐ തിങ്ക് ഇതിൻ്റെ ബിലോ, സെക്കൻഡ് ലോ ഇതാണെങ്കിൽ ഇതിൻ്റെ ബിലോ വീക്ക്നെസ് വരുള്ളൂ. ഇത് സപ്പോർട്ടാണ്, ഇത് ഗ്രീൻ ആക്കി ഇങ്ങനെ മാർക്ക് ചെയ്യുക. ആൻഡ് ഇനി റെസിസ്റ്റൻസ് ആണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കാം, റെസിസ്റ്റൻസ് വേഗം 1 hour ടൈം ഫ്രെയിം വരിക. ഞാൻ വീണ്ടും കുറച്ച് ബിസിയായി, വീഡിയോ വേഗം തീർക്കേണ്ടി വരും. നമുക്ക് ഇത് വേഗം മാർക്ക് ചെയ്യുക. ഇവിടുന്ന് പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇത്ര എക്സ്പ്ലനേഷൻ ഞാൻ ഇത്ര ഡീപ്പായിട്ട് ഞാൻ എക്സ്പ്ലനേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ശ്രദ്ധിക്കുക എല്ലാവരും. സോ നമ്മുടെ ഇതാണ് 141.40% ഒരു റേഷ്യോ ആൻഡ് 161.80% ഒരു റേഷ്യോ അത് മുമ്പിൽ തന്നെ ഇവിടെ കാണുന്നുണ്ട്. സോ 2 റേഷ്യോസാണ്. ശ്രദ്ധിച്ചിട്ട് വേണം നാളെ പ്ലേ ചെയ്യുക. ആൻഡ് യെസ്, ഒരു കാര്യം കൂടി വേഗം ഞാൻ ഇവിടെ ഷെയർ ചെയ്തേക്കാം. ഇതിനകത്ത് നമ്മുടെ വേഗം 50 minutes ടൈം ഫ്രെയിമിൽ വരിക. ഡീപ്പ് അനാലിസിസ് നമ്മൾ പറഞ്ഞതല്ലേ, അപ്പോൾ എന്തായാലും ഡീപ്പ് തന്നെ ഇരിക്കട്ടെ, അത് ഒരു കുറവ് വരത്തുണ്ടാകും. അതാണ് കുറച്ചുകൂടി
ഡീപ്പ് അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് പോയത് 1 2 3 4 5 ആയിട്ട്. ഓക്കെ, സോ നമ്മുടെ ഇവിടെ നിന്ന് ഇവിടെ വരെ വന്ന ഇതിൻ്റെ ഫുള്ള് ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ് ഓൺ ഗോയിങ് ആണ്. ഏതാ ഈ ലെഗാണ് ഇപ്പോൾ മുകളിലേക്ക് പോയ ഇത് നമ്മൾ 1 2 3. ഓക്കെ, ഇത് നമ്മളിപ്പോൾ കൗണ്ട് ചെയ്തത് 1 2 3 4 and 5 അങ്ങനെയല്ല കൗണ്ട് ചെയ്തത് 1 hour ടൈം ഫ്രെയിമിൽ. ഓക്കെ, സോ 4 ആണ് ഇപ്പോൾ ഓൺ ഗോയിങ്. ഓക്കെ, ശ്രദ്ധിക്കുക ഒന്നുകൂടി ഇതാണ്. സോ ഇതിനകത്ത് ഇപ്പം നമുക്ക് നോക്കാനുള്ളതാണ് ഇത് ഈ പോയിൻറ്റ്സ് ഫസ്റ്റ് വേവ്. ഓക്കെ, ഞാൻ ഡീപ്പായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. ബട്ട് യെസ്, ഇത് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഡെയിലി തന്നെ ചെയ്യണം ഇത്. ഓക്കെ, ഡെയിലി തന്നെ നിങ്ങൾ ഇത് മാർക്കറ്റിൽ നോക്കണം കേട്ടോ. സോ നമ്മളിത് നോക്കുകയാണെങ്കിൽ ഇത് 1, ഇത് 2, ഓക്കെ, ഇത് 3, ഇത് 4 ആൻഡ് ഇത് 5th. ഓക്കെ, ഫിഫ്ത്തിൽ എപ്പോഴും എലിറ്റ് വേവ് സീറോയുടെ റൂളാണ് എനി 2 വേവ് സിമിലർ ഉണ്ടാവണം. ആ റൂൾ നമ്മൾ എപ്പോഴും മറന്നു പോകും കേട്ടോ. എനി 2 വേവ് സിമിലർ ഉണ്ടാവണം. ഡീപ്പ് അനാലിസിസ് ഇത് തന്നെ ഇരിക്കട്ടെ ഇന്ന്. ഡീപ്പ് അനാലിസിസ് ഇത് എത്ര 200 സംതിങ് പോയിൻറ്റ്സിൻ്റെ റേലി ആയിരുന്നു ഫസ്റ്റ് വേവ്. ഓക്കെ, ഫസ്റ്റ് വേവ്. തേർഡ് വേവ് എത്ര പോയി? തേർഡ് വേവ് നമ്മൾ 2യുടെ ലോ പിടിക്കാൻ, തേർഡിൻ്റെ ഹൈ പിടിക്കുക. ഓക്കെ, തേർഡ് വേവ് ഇവിടെ തീർന്നു. ഇൻറ്റർണൽ മൂവ്സ് ആണ് ഇത് പറയണത്. എത്രയായിരുന്നു? 400, അപ്രോക്സ് 400 പോയിൻറ്റ്സിൻ്റെ റേലി ആയി. ഓക്കെ, ഇത് 200 പോയിൻറ്റ്സ്, ഇത് 400 പോയിൻറ്റ്. ഫിഫ്ത്ത് വേവ് എനി ഹൗ ഈ രണ്ടിൻ്റെ ഏതെങ്കിലും ഇതിനകത്ത് ഇപ്പോൾ ഫസ്റ്റ് വേവ് 200 ആണ്, തേർഡ് വേവ് 400 ആണ്. സോ രണ്ട് സിമിലർ അല്ല. സോ ഫിഫ്ത്ത് വേവ് 200 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 400 പോയിൻറ്റ്സ് ആവണം. റൈറ്റ്? ഇത്രയൊക്കെ ഡീപ്പ് എക്സ്പ്ലനേഷൻ ആരും തരത്തില്ല. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. സോ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യണമെങ്കിൽ 220 പോയിൻറ്റ്സ്, 220 പോയിൻറ്റ്സിൻ്റെ റെസിസ്റ്റൻസ് ഇത് വരും. ഓൾമോസ്റ്റ് ഇതേ മേളിൽ വരുന്ന നമ്മളെ റെസിസ്റ്റൻസ്. ഓക്കെ, 24,485 അങ്ങനെ. ഓക്കെ, സോ അതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. ഓക്കെ, സോ മേ ബി ഒരു ഹൈ കൂടി അടിച്ചിട്ട് ബ്രേക്ക് ഡൗൺ ആവും. ഇൻ കേസ് 24,485 ഓർ 24,500 ബ്രേക്ക് ഔട്ട് ആയാൽ, അതിൻ്റെ അബവ് പ്രൈസ് പോയാൽ, ദെൻ 400 പോയിൻറ്റ്സിൻ്റെ മേളിലേക്ക് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. 400 വരുന്നത് എവിടെ? സോ അതൊക്കെ മേലെ എത്ര? 24,600 അബവ്. ഓക്കെ, സോ 24,400 ഇവിടെ വരുന്നത്, 400 പോയിൻറ്റ്സ് ഇവിടെ വരുന്നത് 24,650 600 ആർ സംതിങ് ഏരിയയിലാണ്. ഓക്കെ, അത്രയ്ക്ക് ഡീപ്പ് അനാലിസിസ് ആണ് ഇത്. റെഗുലർ വ്യൂസ് മാത്രമേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. നേരത്തെ പഴയ ഓൾഡ് വ്യൂസ് കണ്ട ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ഇത്രയ്ക്ക് ഡീപ്പ് ആൻഡ് അടിപൊളി എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് സെക്ഷനിൽ മസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. താങ്ക്സ്.